പക്ഷെ നേരെ തിരിച്ച് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ ആൺകുട്ടികളതൊക്കെ ചെയ്യണത് പെൺകുട്ടികൾ ഫുള്ള് കാണിച്ചിട്ടിടുന്നത്. ആൺകുട്ടികളൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇടുന്നത്. പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ ഫുള്ള് കാണിച്ചിട്ട് വലിയ ഇതില് ഞാൻ എംപവർമെന്റ് വേണേ കണ്ടിട്ട് പോയാൽ. പണ്ടത്തെ ഒരു കാലം പറഞ്ഞ ഇതൊന്നും കാണിക്കാണ്ടിരിക്കാൻ എല്ലാം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സമരങ്ങൾ യുദ്ധങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പൊ എല്ലാം കാണിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തുന്നത്. അതായത് മോഡസ്റ്റ് ആയിട്ട് ഇരിക്കുക, ഭയങ്കരമായിട്ട് ഒന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു ഇതിരുന്ന ഒരു നല്ല സ്ത്രീ നല്ല സംഭവമായിരുന്നു. ഇപ്പൊ പറഞ്ഞാല് ഡ്രസ്സ് ഊരുന്നത് വലിയൊരു എംപവർമെന്റ് ആയി. ഞാൻ ഡ്രസ്സ് ഊരി മറ്റേ ഇപ്പൊ ഈ റഷ്യയിലൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു, ഫ്രീ ദ നിപ്പിൾസ്, ഫ്രീ ദ നിപ്പിൾസ് മൂവ്മെന്റ്. എല്ലാവരും ഊരി മറ്റേ ഇതിന്റെ മുകളിൽ കയറിയുന്നത് ഫ്രീ ദ നിപ്പിൾസ് മൂവ്മെന്റ്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു പ്രതിഷേധം, ഈ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവരെ എവിടെ എഴുതിച്ചിട്ട് എവിടെ എഴുതുക, കാരണം ഇവിടെ വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ എഴുതുക. അപ്പോൾ അവർ ന്യൂസിന്റെ ഫ്രണ്ട് പേജിൽ വരും. പിന്നെ വേറൊരു വീഡിയോയിൽ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, അതായത് ഇപ്പോ ബോയ്സിന് ഇപ്പൊ ഷർട്ട് വരിക, എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് വരിക, പുറത്ത് വരിക, അതെല്ലാം. അതായത് അത് കറക്റ്റ് പറയണം. അതായത് ബോയ്സിന് ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ ഒരു പെണ്ണ് ചോദിച്ചതാ, അതായത് ഇപ്പം ഗേൾസിന് ഷർട്ട് ഊരി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വികാരം കൊള്ളുന്നത്, ബോയ്സിന് ഷർട്ട് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വികാരം കൊള്ളാത്തതെന്ന് ഒരു അങ്ങനെ. നമുക്ക് കുഴപ്പമില്ല, ഊരിക്കോ ഊരിക്കോ. നമ്മളെ വീഡിയോയിൽ പണ്ടത്തെ നമ്മളതിൽ പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട്. ആ കമന്റ് വന്നു ഫുൾ സപ്പോർട്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് കോമൺ സെൻസ് ഇല്ല. ജസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ഒന്നും നമ്മൾ പറയണ നമ്മൾ വലിയ എന്താണ് പ്രാകൃതരോ അല്ലെ അമ്മാമ സിൻഡ്രോമുള്ള ആൾക്കാരോ എല്ലാം ഒക്കെ മാറ്റിച്ചോ. സയൻസ് എടുത്തോ, പ്യുവർ സയൻസ്, എവല്യൂഷണറി സയൻസ്, എന്ത് ബയോളജിക്കൽ സയൻസ്, എന്ത് സയൻസ് എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ എന്താ വരിക, ആണുങ്ങളുടെ അവരുടെ ഇത് പറഞ്ഞാൽ വിഷ്വലായിട്ടാണ്, അവരെ പെർസെപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് വിഷ്വലായിട്ടാണ് കൂടുതൽ അവർ ട്രിഗേർഡ് ആവുക. ഈ സെക്ഷലി അവർ കൂടുതൽ ട്രിഗേർഡ് ആവുക വിഷ്വലിയാണ്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനല്ല, ടച്ചിലൂടെയും അതേപോലെ തന്നെ ഇമോഷണലായിട്ട് കൂടുതൽ അവർ ഒരാളുടെ ഇതാവുക. ആൺകുട്ടികൾ നേരെ തിരിച്ചാൽ വിഷ്വലിയാണ്, വിഷ്വലി വലിയ രീതിയിലാണ്. അതാണ് പോൺ കൺസെപ്ഷൻ കൂടുതൽ ആൺകുട്ടികളുടെ ഇതിൽ വരുന്നത്. ഇവര് പറഞ്ഞ അതൊന്നും ചിന്തിക്കില്ല. ഇവര് ഇതിനെ പറയുന്നൊരു ഭാഗത്തെ ഫുള്ളും നമ്മള് കുറ്റപ്പെടുത്തും. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ് ഇവര് വിചാരിക്കും നീ എൻ്റെ ഒന്നും കാണണ്ട, ഒരു കണ്ണടച്ചിരുന്നോ, ആ ഒരു ടോക്കാണ് അവരുടെ ഭാഗത്തുനിന്ന് വരിക. അതേപോലെ സാധാരണ നമ്മൾ പറയില്ല, പെൺകുട്ടികൾ എപ്പോഴും ടേക്കേഴ്സ്, ആൺകുട്ടികൾ എപ്പോഴും ഗീവേഴ്സ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഒരു പെൺകുട്ടി നമ്മളെ ജസ്റ്റ് ഇതിലായിട്ട് പറയാം, ഒരു പെൺകുട്ടി നമ്മളെ പീഡിപ്പിക്കാൻ വരുന്ന വിചാരിച്ച ഒരാളെ, ജസ്റ്റ് ആവറേജ് ആളെ പീഡിപ്പിക്കാൻ, അയാളുടെ റിയാക്ഷൻ എന്താവും? മറ്റേ ഇതിലൊരു സിനിമ വന്നോട്ടെ ഈ പോന്നോട്ടെ ഒരു സിനിമ ഉണ്ടല്ലോ, അതേപോലെ അവരെന്ത് വിചാരിക്കും, വന്നോട്ടെ നമ്മൾ പിടിപ്പിച്ചു വന്നിട്ട്. നേരെ മറിച്ച് പെൺകുട്ടിക്ക് അങ്ങനെയല്ല അവരെ മൈൻഡ് വരുന്നത്. അതായത് ഇന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്നെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു അതായത് അവരെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരാള്, അതേപോലെ ഫിയർ ഡെവലപ്പ് ആവുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവായിരിക്കും. നമ്മൾ പറയുന്നത് അവര് എന്താണ് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാത്തതുകൊണ്ടൊന്നുമല്ല, അവർ ബയോളജിക്കലി അങ്ങനെയാണെന്നാണ് പറയണത്. അത് അവർക്ക് മാറ്റാൻ പറ്റാത്ത ഉള്ളിലുള്ള സംഭവമാണ്. ഇൻട്രൻസിക്കലി അവരങ്ങനെയാണ്.